ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ട് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും ഒന്ന് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. അപ്പം നമുക്ക് നേരങ്ങളത് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നെയ്ച്ചോറ്, അതുപോലെ തന്നെ ബിരിയാണി, മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഏത് തരം റൈസിൻ്റെ കൂടെ ആയാലും ഈവൻ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും ഒക്കെ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. കാരണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വറ്റൽമുളക് നല്ല ഫ്രൈ ആയിട്ട് വരില്ല. അപ്പോൾ ഏകദേശം നമ്മളുടെ വറ്റൽമുളകൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള കുറച്ച് കൊച്ചുള്ളിയും ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കൊച്ചുള്ളി തന്നെ നിങ്ങൾ എടുക്കുക, വലിയ ഉള്ളി എടുക്കരുത്. കാരണം ഈ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു എരിവും പുളിയും അതുപോലെ തന്നെ മധുരമൊക്കെ ചേർന്നിട്ടുള്ള നല്ല കിടിലനൊരു ചമ്മന്തി തന്നെയാണ് കേട്ടോ. ഇനി ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പുളിയുടെ ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. ഇവിടെ മക്കൾക്കൊന്നും അധികം ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ എല്ലാം ഒന്ന് വഴറ്റി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ ഞാൻ കുരുവൊക്കെ എടുത്ത് മാറ്റി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴം ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ആവശ്യത്തിന് ഉപ്പും ഒരു മൂടി വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പുളി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പുളി ഉണ്ടാവും. അപ്പോൾ വിനീഗർ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ അടിപൊളി സ്പൈസിയും അതുപോലെ തന്നെ സ്വീറ്റും പുളിപ്പും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ചമ്മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പച്ചവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉജാല ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു ഉജാലയൊക്കെ വെള്ള വസ്ത്രങ്ങൾക്ക് നല്ല വെണ്മ നൽകാനും നല്ല തിളക്കം നൽകാനും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാലും ഇത് ഉപയോഗിച്ച് കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് നമുക്ക് ഒരു 2-3 ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ നന്നായിട്ട് മിക്സായി ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ ക്ലോസറ്റൊക്കെ കഴുകിയാലും മഞ്ഞക്കറയും അതുപോലെ തന്നെ നല്ലൊരു വെണ്മയും ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ലോസറ്റിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരച്ചൊന്നും കഴുകാതെ തന്നെ നല്ല വെണ്മ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തു നോക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. കറയുള്ള ക്ലോസറ്റിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് ഫ്ലഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എല്ലാ കറയും പോയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഹാർഡായ കെമിക്കൽസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഈ രീതിയിലൊന്ന് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അകാല നിറം എന്ന് പലരെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മുടിക്ക് നിറം നൽകാൻ വേണ്ടിയിട്ട് രാസവസ്തുക്കൾ അടങ്ങിയ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം പ്രകൃതിദത്തമായ വഴികൾ തേടുന്നതായിരിക്കും വളരെ ഉചിതം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5-6 വെളുത്തുള്ളി തോലോട് കൂടെ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശപ്പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊരു ഡാർക്ക് കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഞാൻ കുറച്ചായതുകൊണ്ടാണ് ഇതുപോലെ ദോശപ്പാനിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ, സെലിനിയം എന്നിവ മുടി ഇഴകളെ ശക്തിപ്പെടുത്തുകയും ശിരോചർമ്മത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. വെളുത്തുള്ളിയിൽ അടങ്ങിയ സൾഫർ മുടിക്ക് നിറം നൽകാൻ സഹായിക്കുമെന്നും അകാല നിര അകറ്റാൻ നല്ലതാണെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയിൽ ഉള്ളതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോലിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തോലോട് കൂടെ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വെളുത്തുള്ളി നന്നായിട്ട് ഇവിടെ ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ മിക്സി ജാറിൽ ഇട്ടൊന്ന് പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. യാതൊരു കേടും തന്നെ സംഭവിക്കുന്നതല്ല. അപ്പോൾ നന്നായിട്ട് ഇവിടെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് പൊടിഞ്ഞിട്ടൂടെ. കൈ വെച്ച് ഇതാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നിങ്ങൾ കുറച്ച് അധികം നിരയുള്ള മുടിയിലേക്കാണ് ഇത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സാധാ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്
കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ചെറിയ ഉള്ളി. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കരുത്ത് നൽകാനും വളരുന്ന മുടി നല്ല കറുപ്പായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതുപോലെ ചതച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. സവാളയിലും അതുപോലെ തന്നെ ചെറിയുള്ളിയിലും ഒക്കെ ഒരുപാട് സൾഫർ അടങ്ങിയിട്ടുണ്ട്. അതെന്ന് വിചാരിച്ച് നിങ്ങൾ കൊച്ചുള്ളി ഒഴിവാക്കിയിട്ട് വലിയ ഉള്ളി എടുക്കരുത്. അതിനേക്കാൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ജ്യൂസ് മാത്രമായിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ വേസ്റ്റ് പ്രത്യേകം നിങ്ങൾ കളയാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മളെ തലയോട്ടിയിലൊക്കെ ഒട്ടി പിടിക്കുകയാണെങ്കിൽ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അഥവാ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മളുടെ തലയിൽ പെട്ടു പോവുകയാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ ഞാൻ നന്നായിട്ട് ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഹെന്ന പൗഡറാണ്. ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതും എടുക്കുക. അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. ഏകദേശം നമ്മളുടെ മുടിയുടെ നരയ്ക്കനുസരിച്ച് ഇതിൻ്റെ അളവിനൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ഒരു ഉള്ളിനീരിൽ മാത്രമാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറവ് ആവും. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കട്ടൻ ചായയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾ കട്ടൻ ചായ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു 2 മണി ഉലുവയും അതുപോലെ തന്നെ ഒരു ഗ്രാമ്പു അല്ലെങ്കിൽ അതിൻ്റെ പകരമായിട്ട് 2 കുരുമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നതല്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ടൻ ചായ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ കട്ടൻ ചായ നമ്മുടെ മുടിക്ക് നന്നായിട്ട് ബലം നൽകാനും അതുപോലെ തന്നെ വളരുന്ന മുടി നല്ല കരുത്തോടെയും നല്ല കറുപ്പായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് നമ്മളുടെ ചായപ്പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കുളിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ പോകാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കരുത്തോടെയും നല്ല ബലത്തോടു കൂടിയൊക്കെ വളരാൻ വേണ്ടിയിട്ട് അത് മാത്രം മതിയാവും. ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കട്ടൻ ചായക്ക് പകരമായിട്ട് ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ കൈ വെച്ചിട്ട് വെറുതെ ഒന്ന് മിക്സ് ആക്കിയപ്പോൾ തന്നെ കണ്ടില്ലേ നിങ്ങൾ കളറ്. അപ്പോൾ ഇത്രയും നല്ല ഹെന്ന പൗഡർ എടുക്കുകയാണെങ്കിൽ 100% തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുടിയൊക്കെ കട്ട കറുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 2 മണിക്കൂർ വെച്ചെടുക്കാം. നിങ്ങളടുത്ത് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചെടുക്കാം. ഞാനൊരു ഓവർനൈറ്റ് വെച്ച് കൊടുത്തിരുന്നു. എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 1 മണിക്കൂറൊക്കെ വെച്ച് കൊടുത്ത് വാഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ നീലാമിരി തേച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കിട്ടും. കാരണം നമ്മൾ ഹെന്ന ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് മുടി കിട്ടുന്നത് പിറ്റേ ദിവസം നമ്മൾ നീലാമിരി തേച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു നാച്ചുറൽ ബ്ലാക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ടിപ്സോ റെസിപ്പിയോ ഒന്നും തന്നെ അല്ല കാണിക്കുന്നത്. നമ്മൾ നീലഗിരിയിൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. ഇവിടെ വീടിൻ്റെ അടുത്തായാലും ഞങ്ങളൊന്നും ഇത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ജനങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. യാതൊരു പൈസ ചെലവും ഇല്ലാതെ നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വൈകി പോയിരുന്നു. എന്നാലും മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ മനസ്സിനും ഒരുപോലെ സന്തോഷവും ഉന്മോഷവും തരുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് അങ്ങനെ പോകാം. 2 വശത്ത് തേയിലത്തോട്ടങ്ങളും പൈൻ മരങ്ങളും മലനിരകളും മഞ്ഞും ഒക്കെയായിട്ട് അത്യപൂർവ കാഴ്ച തന്നെയാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം നമ്മൾ വന്ന് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഭംഗി നമുക്ക് അറിയുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അത്രയും ജനങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് കൂട്ടം കൂട്ടമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. കാരണം ആന ഇറങ്ങുന്ന മേഖല ആയതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ കൂട്ടി പോയിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് ആസ്വദിച്ച് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്.
നമ്മളറിയുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ലൊരു മഴക്കുള്ള കോളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഓടിക്കളിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മലയുടെ മുകളിലേക്കായിട്ടാണ് അതുള്ളത്. ഈ പൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് കൂട്ടത്തോടെ പൂക്കുന്നത് എന്നതാണ്. പൂക്കാലത്ത് മലഞ്ചെരിവുകൾ മുഴുവൻ നീല നിറത്തിൽ വിരിഞ്ഞ് പ്രകൃതിയുടെ അതിമനോഹര കാഴ്ചയായി മാറും. അതുകൊണ്ട് തന്നെ നീലക്കുറിഞ്ഞി കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിന്റെ പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ മൂന്നാർ, എരവികുളം ദേശീയോദ്യാനം, വയനാട് എന്നിവിടങ്ങളിലും തമിഴ്നാട്ടിലെ ചില പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ ഇത് കൂട്ടമായിട്ട് കാണുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ കണ്ടില്ല, കയറി വരുന്ന സ്ഥലം തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ ആ മലയൊക്കെ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നല്ല മൂടൽ മഞ്ഞും അതുപോലെ തന്നെ നമ്മളുടെ മലനിരകളൊക്കെ നല്ല വയലറ്റ് കളർ പൂക്കൾ കൊണ്ട് വിരിഞ്ഞു നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ദൂരെ നിന്നുള്ളൊരു വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും നല്ലൊരു വയലറ്റ് കളർ മല പോലെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നല്ല ഭംഗിയാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിത് വന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും. അതിന്റെ സീസണൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത 12 വർഷത്തിൽ ഒരിക്കലേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു നോക്കുക. നിങ്ങൾ പൂക്കളെ അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു കിടിലൻ വ്യൂ തന്നെയാണ്. ഒരിക്കലും ഇത് നിങ്ങൾക്ക് നഷ്ടാവില്ല. അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ചെറിയ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. Do you love me, Matthew? I do. Honestly? Yes. Secretly, but honestly. No more secrets. ഒരു ചെറിയ വ്യൂ മാത്രമാണ് കേട്ടോ. നിങ്ങൾ പോയി കണ്ടു നോക്കിയാൽ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞങ്ങൾ അന്ന് തന്നെ ഗൂഡല്ലൂരിലുള്ള നീഡിൽ റോക്കിൽ പോയിരുന്നു. ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ഇവിടെയും ആ മലനിരകളുടെ അടിയിലായിട്ട് കുറേ നിങ്ങൾക്ക് നീലക്കുറിഞ്ഞി കാണുന്നുണ്ടാവും. ആ സൈഡിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ദൂരെ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഒരിക്കലെങ്കിലും ഈ കാഴ്ചയൊക്കെ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകുന്ന വീഡിയോ ഒന്നും തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് കാണിച്ചെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.